ഐതിഹ്യമാല അധ്യായം 32. അഴുവാഞ്ചേരി തമ്പ്രാക്കളും മംഗലത്ത് ശങ്കരനും. ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ ഇല്ലത്തിന് സമീപം മംഗലത്ത് എന്നൊരു നായർ ഭവനമുണ്ടായിരുന്നു. ആ വീട്ടിൽ ശങ്കരൻ എന്നൊരു നായരും ഉണ്ടായിരുന്നു. അയാളുടെ ജോലി അഴുവാഞ്ചേരി മനക്കിലെ കന്നുകാലികളെ മേയ്ക്കുകയായിരുന്നു. ആ ജോലിക്ക് ശങ്കരനെ നിയമിച്ച കാലത്ത് മനക്കൽ അസംഖ്യം കന്നുകാലികളും ഉണ്ടായിരുന്നു. ദിവസം തോറും രാവിലെ ശങ്കരൻ മനക്കൽ ചെന്ന് കന്നുകാലികളെയൊക്കെ അഴിച്ചുവിട്ട് കൊണ്ടുപോയി തീറ്റ നേരം വൈകുമ്പോൾ മനക്കൽ കൊണ്ടുചെന്ന് തൊഴുത്തുകളിൽ കെട്ടും. അങ്ങനെയാണ് പതിവ്. അയാൾ കന്നുകാലികളെ അഴിച്ചുവിട്ട് കൊണ്ടുപോകുമ്പോൾ അവ പല വഴിയായി പോയി തുടങ്ങും. വിളിച്ചാലും പറഞ്ഞാലും ഒന്നും അവ അനുസരിക്കുകയില്ല. ആകപ്പാടെ 100-150 എണ്ണമുണ്ട്. അവയെല്ലാം മേയ്ക്കുവാൻ അയാൾ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അതിനാൽ അയാൾ വളരെ വിഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അയാൾ പറഞ്ഞിട്ട് കേൾക്കാതെ ഇരുന്നതിനാൽ ഒരു വടി കൊണ്ട് ഒരു പശുവിന് ഒന്നടിച്ചു. അടികൊണ്ട ഉടനെ പശു അവിടെ വീണ് ചത്തു. ശങ്കരൻ പശുവിനെ അടികൊണ്ട സ്ഥാനം നോക്കി മനസ്സിലാക്കി. പിന്നെ പശുവായാലും കാളയായാലും പറഞ്ഞു കേട്ടില്ലെങ്കിൽ അയാൾ ആ സ്ഥാനം നോക്കി ഒരു അടി കൊടുക്കും. അടി കൊണ്ടാൽ ഉടനെ ആ മൃഗം വീണ് ചാകുകയും ചെയ്യും. അങ്ങനെ പതിവായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും കന്നുകാലികൾ മിക്കതും ചത്തൊടുങ്ങി. ശങ്കരന് ബുദ്ധിമുട്ടും വളരെ കുറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തമ്പ്രാക്കൾ തൻ്റെ കന്നുകാലികളെയെല്ലാം നന്നായിരിക്കുന്നു എന്ന് നോക്കുവാനയച്ച് തൊഴുത്തുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അവ മിക്കവാറും ശൂന്യങ്ങളായിരിക്കുന്നതായി കണ്ടു. ഒരു തൊഴുത്തിൽ മാത്രം 1-2 പശുക്കളുണ്ടായിരുന്നു. അവയാണെങ്കിലും അവിടെ കിടന്ന് ക്ഷീണിച്ച് ഏകദേശം ചാകാറായിരിക്കുന്നു. ഉടനെ തമ്പ്രാക്കൾ ശങ്കരനെ വിളിച്ച് നമ്മുടെ കന്നുകാലികളൊക്കെ എവിടെയെന്ന് ചോദിച്ചു. ശങ്കരൻ മറുപടിയായി, അതെങ്ങനെയിരിക്കും, ആരായാലെന്താ, കന്നുകാലികളായാലും വകതിരിവ് വേണം, പറഞ്ഞാൽ കേൾക്കാതാലാനെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അടിയനോട് കളിച്ചാൽ അങ്ങനെയാണ് തമ്പുരാനെ എന്നും പറഞ്ഞു. തമ്പ്രാക്കൾ മറുപടിയായി, നീ എന്താണ് പറയുന്നത് ശങ്കര, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നമ്മുടെ കന്നുകാലികളൊക്കെ എവിടെ പോയി? ശങ്കരൻ പറഞ്ഞു, അവയൊക്കെ അസത്തുകളും അധിക പ്രസംഗങ്ങളുമായിരുന്നു. പറഞ്ഞാൽ കേൾക്കുന്നതായി അതിലാരുമില്ലായിരുന്നു. തമ്പ്രാക്കൾ ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, അവ എവിടെ? ശങ്കരൻ മറുപടി പറഞ്ഞു, എല്ലാം ചത്തുപോയി. തമ്പ്രാക്കൾ, അയ്യോ അതെങ്ങനെ? ശങ്കരൻ മറുപടിയായി പറഞ്ഞു, പറഞ്ഞാൽ പറഞ്ഞതുപോലെ കേട്ട് നിൽക്കാങ്ങിട്ട് അടിയൻ ഓരോ വീക്ക് കൊടുത്തു. എല്ലാം അറിഞ്ഞു വീണ് ചാവുകയും ചെയ്തു. അവയെല്ലാം അസത്തുകളായിരുന്നു തമ്പുരാനെ. അങ്ങനെയുള്ളവ നമുക്ക് വേണ്ട. തെക്കോട്ട് പോകുവാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും. അങ്ങനെയുള്ളവ നമുക്കെന്തിനാണ്? തമ്പ്രാക്കൾ ചോദിച്ചു, അയ്യോ മഹാഭാവി, നീ ചതിച്ചല്ലോ. മുതൽ പോയത് പോയി, അത് വല്ലതുമാകട്ടെ. നീ ഈ മഹാഭാവമെല്ലാം കെട്ടിവെച്ചല്ലോ. ഇതിൻ്റെ ഒരു അംശം നമ്മുടെ തറവാട്ടിലേക്കും ഇരിക്കുമല്ലോ. നീ ഇനി എത്ര കാലം നരകം അനുഭവിച്ചാൽ ഈ പാപമെല്ലാം തീരും? ഇത് വലിയ കഠിനമായി പോയി. ശങ്കരൻ ചോദിച്ചു, അയ്യോ അടിയനൊന്നും വിചാരിച്ചില്ല. അടിയൻ അതൊന്നും അറിയാനും വയ്യ. പാപമെന്ന് പറഞ്ഞാൽ എന്താണ് തമ്പുരാനെ? അവിടുന്ന് പാപമെന്നും നരകമെന്നുമൊക്കെ അരുളി ചെയ്യുന്നതിൻ്റെ സാരം അടിയന് മനസ്സിലാകുന്നില്ല. ശങ്കരൻ കേവലം മൃഗപ്രായനായിരുന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ. അയാൾ പാപമെന്നും പുണ്യമെന്നും നരകമെന്നും സ്വർഗമെന്നുള്ളതൊന്നും കേട്ടത് തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ഒടുവിൽ പറഞ്ഞത് കേട്ടിട്ട് തമ്പ്രാക്കൾ പാപപുണ്യങ്ങളെയും നരകസ്വർഗങ്ങളെയും പറ്റി വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. ഓരോരോ നരകങ്ങളുടെയും നരകാനുഭവങ്ങളുടെയും കഷ്ടതകളെയും പറ്റി തമ്പ്രാക്കൾ വിവരിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഭയവും വ്യസനവും സഹിക്കുവാൻ പാടില്ലാതെയായിട്ട് ശങ്കരൻ കരഞ്ഞു തുടങ്ങി. അയാൾ കേവലം മൂഢനായിരുന്നുവെങ്കിലും അയാൾക്ക് തമ്പ്രാക്കളെക്കുറിച്ച് വളരെ ഭക്തിയും അവിടുത്തെ വാക്കിൽ ദൃഢമായ വിശ്വാസവും ഉണ്ടായിരുന്നു. അതിനാൽ അയാൾ വ്യസനിച്ച് കരഞ്ഞു തൊഴുതുകൊണ്ട്, അടിയന്റെ അറിവില്ലായ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോയി. ഇനി ഈ മഹാഭാവം തീരുവാൻ വല്ല വഴിയുമുണ്ടോ? അടിയൻ എന്തു ചെയ്താൽ ഈ മഹാഭാവം തീരും? അതുകൂടി പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു. തമ്പ്രാക്കൾ പറഞ്ഞു, ഈ മഹാഭാഗം തീരുവാൻ ഗംഗാസ്നാനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ശങ്കരൻ പറഞ്ഞു, അത് ചെയ്താൽ ഇത് തീരുമോ? തമ്പ്രാക്കൾ പറഞ്ഞു, അത് സംശയിക്കുവാനുണ്ടോ? കാശിയിൽ പോയി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും കഴിച്ചാൽ തീരാത്ത പാപമില്ല. ശങ്കരൻ മറുപടി പറഞ്ഞു, എന്നാൽ അടിയൻ ഇപ്പോൾ തന്നെ യാത്രയാണ്. ഇനി ഈ പാപം തീർത്തിട്ടല്ലാതെ മറ്റൊരു കാര്യമില്ല. ഇപ്രകാരം പറഞ്ഞ് തമ്പ്രാക്കളെ ഭക്തിപൂർവ്വം വന്ദിച്ചുകൊണ്ട് ശങ്കരൻ നായർ കാശിക്ക് യാത്രയായി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം കാശി വിശ്വനാഥനോട് അവിടുത്തെ വാമോത്സംഗേ വസിക്കുന്ന ദേവി ശ്രീപാർവതി, അല്ലയോ ഭഗവാനെ, ഗംഗാസ്നാനം ചെയ്യുന്നവരെല്ലാം പാപവിമുക്തരായി മോക്ഷത്തെ പ്രാപിക്കുമെന്നാണല്ലോ പറയുന്നത്. എന്നാൽ അസംഖ്യം ആളുകൾ ഇവിടെ വന്ന് ഗംഗാസ്നാനം കഴിച്ചു പോകുന്നുണ്ട്. ഇവർക്കൊക്കെ മോക്ഷം ലഭിക്കുമോ? ഭഗവാൻ അരുളി ചെയ്തു, ഏയും ഒന്നുമില്ല. ഭക്തിയും വിശ്വാസവുമാണ് പ്രധാനം. അവയുണ്ടെങ്കിലല്ലാതെ മോക്ഷപ്രാപ്തി ഉണ്ടാവുകയില്ല.
അവയുള്ളവർ ഇക്കാലത്ത് ചുരുക്കമാണ്. അവയില്ലാതെ ഗംഗാസ്നാനം ചെയ്ത് തൂക്കൊണ്ട് യാതൊരു ഫലവുമില്ല. ഇത് വേണമെങ്കിൽ നാളെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ഈ സംഭാഷണം നടന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശങ്കരൻ നായർ കാശിയിലെത്തി. അപ്പോൾ അസംഖ്യം ആളുകൾ അവിടെ സ്നാനാദികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ശങ്കരനും സ്നാനത്തിനാരംഭിച്ചു. ആ സമയം ഭഗവാൻ വിശ്വനാഥൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെയും ശ്രീപാർവതി വൃദ്ധയായ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെയും വേഷം ധരിച്ചു ഗംഗാതീരത്തിൽ വന്നെത്തുകയും ചെയ്തു. ആ വൃദ്ധൻ ബ്രാഹ്മണൻ വിറച്ചു ചെന്നു. തുടർന്ന് ആ നദിയിലേക്ക് ഇറങ്ങുവാൻ കൂട്ടാക്കിയപ്പോൾ കാൽ തെറ്റി വെള്ളത്തിൽ വീണു. അവിടെ കിടന്ന് മുങ്ങുകയും പൊങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് മരിക്കുവാൻ ഭാവിച്ചു. അപ്പോൾ ബ്രാഹ്മണ സ്ത്രീ, അയ്യോ, എൻ്റെ ഭർത്താവ് കുടിച്ചു ചാവുവാൻ ഭാവിക്കുന്നേ, അദ്ദേഹത്തിന് നീന്താൻ അറിഞ്ഞുകൂടാ, ആരെങ്കിലും അദ്ദേഹത്തെ പിടിച്ച് കയറ്റി രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു. അത് കേട്ട് സ്നാനം കഴിച്ചുകൊണ്ട് നിന്ന ജനങ്ങളെല്ലാം ഓടിയെത്തി. ആ കൂട്ടത്തിൽ നമ്മുടെ ശങ്കരനും ഉണ്ടായിരുന്നു. എല്ലാവരും അടുത്ത് ചെന്നപ്പോൾ ബ്രാഹ്മണ സ്ത്രീ, പാപം തീരാത്തവരാരും എൻ്റെ ഭർത്താവിനെ തുടരുതേ, പാപമുള്ളവർ തൊട്ടല്ലപ്പോൾ അദ്ദേഹം മരിച്ചു പോകും എന്ന് പറഞ്ഞു. ഇത് കേട്ട് പാപം തീർന്നോ ഇല്ലയോ എന്നെങ്ങനെ നിശ്ചയിക്കാം? നാം നിന്നും ഒരു ബ്രാഹ്മണൻ മരിച്ചു എന്ന് വരുന്നത് കഷ്ടമാണല്ലോ. അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ച് എല്ലാവരും പിന്മാറി. അപ്പോൾ നമ്മുടെ ശങ്കരൻ, ഗംഗാസ്നാനം ചെയ്താൽ സകല പാപവും തീരുമെന്നാണല്ലോ എൻ്റെ തമ്പുരാൻ അരുളി ചെയ്തിട്ടുള്ളത്. എനിക്കിനി പാപം എവിടെയാണ് എന്നാലോചിച്ചു. എൻ്റെ സകല പാപങ്ങളും തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണനെ പിടിച്ചു കയറ്റി. ഭഗവാനും ഭഗവതിയും അവിടെ നിന്ന് പോയതിനു ശേഷം ഇന്നവിടെ സ്നാനം കഴിച്ചുള്ളവരിൽ എന്നെ പിടിച്ചു കയറ്റിയ ഒരുവിന് മാത്രം മോക്ഷമുണ്ട്, അവൻ്റെ വിശ്വാസം കണ്ടില്ലേ എന്ന് ഭഗവാൻ അരുളി ചെയ്യുകയും ദേവി സമ്മതിക്കുകയും ചെയ്തു. പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഗംഗാസ്നാനം ചെയ്യുകയും വിശ്വനാഥനെ ദർശിക്കുകയും വിശേഷിച്ചും ലൗകികനാഥനായിരിക്കുന്ന ഭഗവാന്റെ കരസ്പർശത്തിന് ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്ത ശങ്കരന് മോക്ഷം കിട്ടുമോ എന്നുള്ളത് സംശയിക്കാനില്ലല്ലോ. അയാൾ കാശിയിൽ വെച്ച് തന്നെ അജിരടയന ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചു. ശങ്കരനെ കാശിക്ക് പോയതിനു ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അഴുവാഞ്ചേരി മനക്കൽ സന്താന ഐശ്വര്യങ്ങൾ കുറഞ്ഞു തുടങ്ങുകയാൽ തമ്പ്രാക്കൾ അതിൻ്റെ കാരണം അറിയുന്നതിനായി പാഴൂർ പടിപ്പുരയിൽ ആളയച്ചു. പ്രശ്നം വെച്ചുപ്പിച്ച് നോക്കിയപ്പോഴേക്കും പശുഹിംസ ചെയ്തത് ശങ്കരനാണെങ്കിലും തമ്പ്രാക്കൾ കൂടി അന്വേഷിച്ചിരുന്നുവെങ്കിൽ അതിനിടവയുണ്ടാകുകയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ മഹാപാപത്തിൻ്റെ ഒരു അംശം തമ്പ്രാക്കളുടെ കുടുംബത്തിൽ കൂടി ബാധിച്ചിട്ടുണ്ടെന്നും അത് നിമിത്തമാണ് സന്താനക്ഷയം മുതലായ ദോഷങ്ങൾ കാണുന്നതെന്നും തദോഷ പരിഹാരാർത്ഥം ആണ്ടുതോറും 7.5 മുറി പറമ്പുകൾ നിറച്ചു പയർ വിതപ്പിക്കുകയും അത് പൂവും കായ്ക്കുമാവുന്ന സമയം വേലിയെടുത്ത് കന്നുകാലികളെ കയറ്റി തീറ്റിക്കുകയും ചെയ്യണമെന്നും അങ്ങനെ ചെയ്തു കൊണ്ടാൽ ദോഷങ്ങൾ നീങ്ങി ശുഖം വലിക്കുമെന്നും കണിയാർ വിധിക്കുകയും ചെയ്തു. ആ വിധിപ്രകാരം 3 കൊല്ലം ചെയ്തപ്പോഴേക്കും മനക്കൽ സന്താനവും സമ്പത്തും എന്ന് വേണ്ട സകല ഐശ്വര്യങ്ങളും പൂർവാധികം വർദ്ധിക്കുകയാൽ ഈ പുണ്യകർമ്മം എന്നും നടത്തണമെന്ന് നിശ്ചയിച്ച് തമ്പ്രാക്കൾ അതിനു വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതവിടെ ഇപ്പോഴും നടന്നു വരുന്നുണ്ടെന്നാണ് കേൾവി. എന്ന് മാത്രമല്ല, പശുക്കളെ വളർത്തുന്നത് എങ്ങനെയായാലും ഒടുക്കം ദോഷകരമായോ പരിമണിക്കുകയുള്ളൂ എന്നും അതിനാൽ മേലാൽ നമ്മുടെ ഇല്ലത്ത് ആ ഏർപ്പാട് വേണ്ട എന്നും തമ്പ്രാക്കൾ തീർച്ചപ്പെടുത്തി. അക്കാലം മുതൽ അഴുവാഞ്ചേരി മനക്കൽ പശുക്കളെ വളർത്തുക പതിവില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങളാൽ പകാരാദികളായ 10 കൂട്ടം ആ മനക്കിൽ ഇല്ലാതായി തീർന്നു. അതിനെപ്പറ്റി കേട്ടിട്ടുള്ള ഒരു ശ്ലോകം താഴെ എഴുതുന്നുണ്ട്. പായും പരമ്പും പശും പാത്രി പടത്തിവാഴ പത്തായം പലകപ്പൈതൽ പണം തൈതവ പായാതി പത്തിവ പടിപ്പുരയോടുകൂടി തമ്പ്രാക്കൾ തൻ നിലയേനേ നഹിയെന്നു കേൾപ്പു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 32 അവസാനിച്ചിരിക്കുന്നു. ഇനി പറയുവാൻ പോകുന്നത് അധ്യായം 33 നാലക്കോട്ട് പിള്ളമാർ തുടരും.